ഭർത്താവിന് അന്ത്യചുംബനം നൽകി പിന്നാലെ ഭാര്യ കുഴഞ്ഞു വീണ് മരിച്ചു. കഴിഞ്ഞ ദിവസം നല്ല തിരക്കുകൾക്കിടയിൽ എൻ്റെ മുന്നിൽപ്പെട്ട ഒരു കാർഡാണത്. ഈ കാർഡ് ഞാൻ എന്തുകൊണ്ട് ശ്രദ്ധിച്ചു എന്ന് ചോദിച്ചാൽ, KSI എന്ന ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ ഓണാഘോഷ പരിപാടി നടന്നത് പൂജപ്പുരയിലെ അമ്മ മന്ദിരത്തിലെ അമ്മമാരോടൊപ്പമായിരുന്നു. സ്വാഭാവികമായി അമ്മമാരോടൊപ്പം ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചുമൊക്കെ ചിന്തിച്ചു പോകുന്നത് മാനുഷികമായ ഒരു സ്വാഭാവികമായ സംഗതിയാണ്. ചിലർ പറയും ഞാൻ പെട്ടെന്ന് കരഞ്ഞു പോകുന്നു. ഇതൊരു വലിയ ഗുണമാണ് അങ്ങനെ കരഞ്ഞു പോകുമെങ്കിൽ. കാരണം അത്രമേൽ നിങ്ങൾ മനുഷ്യനാണ്, അത്രമേൽ നിങ്ങൾക്ക് മനസ്സുണ്ട്, അത്രമേൽ നിങ്ങൾക്ക് മനസ്സിൽ അവർക്കൊരു ഇടമുണ്ട് എന്നുള്ളതിൻ്റെ ഭാവമാണ് ഈ കരച്ചിൽ. നമ്മൾ കരച്ചിൽ ഒരു വലിയ സംഗതിയാണ്. നമ്മൾ ചില പിള്ളേരെ അടിക്കുമ്പോൾ കരയാതെ കൈയും കെട്ടി നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ പേടിച്ചു പോകാറില്ലേ? പെട്ടെന്നങ്ങ് കരഞ്ഞാൽ നമ്മൾ ആ കരയുമ്പോൾ അടി നിർത്താനാണ് അടിക്കുന്നത്. പക്ഷേ കരയുന്നില്ല. ആ അവസ്ഥ പലപ്പോഴും കൗൺസിലിങ്ങിന് വരുമ്പോൾ പേരൻസ് വന്ന് പറയാറുണ്ട്, എന്തെല്ലാം ചെയ്തിട്ടോ അവനിങ്ങനെ ക്രൂരഭാവത്തിൽ എന്നെ നോയിക്കൊണ്ട് നിൽക്കുന്നു, കരയുന്നില്ല എന്ന് പറയാറുണ്ട്. ഏതായാലും ഇത് ഞാൻ പറഞ്ഞത് ഈ ചടങ്ങിനിടയിൽ പലരും കരഞ്ഞു. ഇപ്പോൾ കൂട്ടത്തിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സഹപ്രവർത്തക എന്നോട് പറയുകയാണ്, ഞാൻ സംസാരിച്ചപ്പോൾ വല്ലാതെ കരഞ്ഞു പോയത്രേ. എന്നിട്ട് അതിൻ്റെ ഒരു കാരണവും പറഞ്ഞു. എൻ്റെ അച്ഛൻ മരിച്ച് 10 മാസം കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു, രണ്ടുപേരും വളരെ പെട്ടെന്ന് അങ്ങ് പോയി എന്ന് പറഞ്ഞിട്ടാണ് ഈ മകൾ കരയുന്നത്. പലപ്പോഴും ആപേക്ഷികമാണ് എങ്കിൽ പോലും പെൺമക്കളുടെ ഹൃദയത്തിൽ കൂടുതൽ ഈ മരണങ്ങൾക്കൊരു സ്വാധീനമുണ്ടാകുമെന്ന് എൻ്റെ പരിമിതമായ സർക്കിളിൽ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. മറിച്ചുള്ളവരും ഉണ്ടാവും, അഭിപ്രായം ഉണ്ടാവും. പക്ഷേ അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ആ വിഷമത്തിൽ വേദനയിലങ്ങ് മനസ്സുരുകിയതാവും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആണ് സാർ. അപ്പം ഞാൻ ഒരു സെൻറ്റൻസ് കൂടെ പറഞ്ഞു, അവർക്കൊന്നും ഇടയിൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലെയോ കാണിപ്പിക്കുന്നത് പോലെയോ ഉള്ള സ്നേഹപ്രകടനങ്ങളൊന്നും ഉണ്ടായെന്ന് വന്നു കാണില്ല. പക്ഷേ അത്തരം പഴയ കാലത്തിൻ്റെ ചില മാതാപിതാക്കൾക്കിടയിൽ എല്ലാ അടിയിലും വഴക്കിലും എല്ലാം ചേർത്ത് വെക്കുന്ന ഒരു അദൃശ്യമായ വൈബുണ്ട് അവർക്കിടയിൽ. വഴക്കിലൂടെ സ്നേഹിക്കുന്നവർ, ഒരാൾ പോയാൽ ചിറകുടിഞ്ഞു വീണതുപോലെ തളർന്നു പോകുന്നവർ, അത്തരമൊരു നിസ്സഹായാവസ്ഥ പഴയ തലമുറയിലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുണ്ട് എന്നെനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. 8 മക്കളെ പ്രസവിച്ചു, പക്ഷേ അതിന് പ്രകടമായ സ്നേഹപ്രകടനങ്ങളും പ്രസവിച്ചതിനുള്ള പാരിതോഷികങ്ങൾ നൽകലും, പ്രസവത്തിൻ്റെ ആനിവേഴ്സറിയും ആനിവേഴ്സറിയുടെ പ്രസവവും, പിന്നെ അതിൻ്റെ ബർത്ത്ഡേയും ബർത്ത്ഡേയിലല്ലാത്ത ഡേയും അന്ന് സമ്മാനങ്ങൾ നൽകലും, ഇങ്ങനൊന്നുമില്ല, ഇങ്ങനൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവർക്കിടയിലൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് ആരോഗ്യവും കരുത്തുമുണ്ടെങ്കിൽ ഒരിക്കലും ഈ വഴക്കെല്ലാം ഉണ്ടാക്കിയ മൂപ്പിലാനെ അല്ലെങ്കിൽ ഈ വല്യമ്മയെ വേറൊരാളെ കൊണ്ടു നിർത്തി നോക്കിക്കുന്നതും അല്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതും മാറ്റുന്നതുമൊന്നും ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ചില അമ്മമാരും അച്ഛന്മാരും ആ വീട് വിട്ട് പോകാൻ തയ്യാറാകില്ല. ഞാൻ സ്നേഹിച്ചിരുന്ന ഒരാളിൻ്റെ കുഴിമാടം അവിടെയുണ്ട്, അല്ലെങ്കിൽ ആ ചിത ഇവിടെയാണ് എന്ന് പറഞ്ഞ് വൈകാരികതയോടെ ചേർന്ന് നിൽക്കുന്നവരാണവർ. അവിടെയാണ് ഈ കുഴഞ്ഞു വീണുള്ള മരണത്തിൻ്റെ ഒരു പ്രത്യേകത. പുതിയ തലമുറയിൽ അതില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ എല്ലാവരും കൂടെ കൈകാര്യം ചെയ്യും. പക്ഷേ അത്രമേലുണ്ടോ എന്നുള്ളത് ഒരു സ്വയം അന്വേഷണം നടത്തണം. ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ അടുത്ത കാര്യത്തിലേക്ക് നീങ്ങുകയാണ്, അടുത്ത കല്യാണത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക്. പക്ഷേ പണ്ട് ഈ പറയുന്ന ഈ പ്രകടനങ്ങളും സ്നേഹങ്ങളും ഒന്നും പ്രകടിപ്പിക്കാതെ ഉള്ളിലൊതുക്കിയ പരസ്പരം ഇങ്ങനെ താങ്ങായും തണലായും എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇത്തരം ചിന്തകൾ. ഈ അച്ഛൻ്റെ അമ്മയുടെയും പേരൊന്നും ഞാൻ ആ തിരക്കിനിടയിൽ ന്യൂസിൽ നിന്ന് എടുക്കാൻ വിട്ടുപോയി. അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. മക്കൾക്ക് സഹിക്കാനാവട്ടെ എന്ന് കരുതുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.